നെക്സ്റ്റ് തിയറം 2.40 എവരി KSL ഈസ് കോമ്പാക്റ്റ്. എല്ലാ KSLകളും കോമ്പാക്റ്റ് എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ആർബിട്രറി ആയിട്ടൊരു KSL ഐ ചൂസ് ചെയ്യുന്നു. അതിലുള്ള പോയിൻറ്റ്സ് ഓർഡേഡ് K ടപ്പിൾസ് ആയിരിക്കും. അവ ഈ ഒരു ഫോമിലായിരിക്കും. വെക്ടർ x ഈക്വൽ ടു ഓർഡേഡ് K ടപ്പിൾ x1 x2 എക്സെട്ര xk ബിലോങ്സ് ടു RK സച്ച് ദാറ്റ് AJ ലെസ് ദാൻ ഓർ ഈക്വൽ ടു XJ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BJ ഫോർ ഓൾ J ഈക്വൽ ടു 1 2 3 അപ് ടു K. അതായത് A1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1, A2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B2 എക്സെട്ര AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു XK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BK. AKസും BKസും ഏതെങ്കിലും റിയൽ നമ്പേഴ്സ്, ഫിക്സഡ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് ഇതുപോലെ ആയിരിക്കും. ആർബിട്രറി ആയിട്ടൊരു KSL ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ KSLിലുള്ള പോയിൻറ്റ്സുകളുടെ പ്രത്യേകത then put delta equal to root of summation j equal to 1 to k bj minus aj whole square. അതായത് ഡെൽറ്റ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള KSLിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്താണ്. വൺ സെല്ലിൻ്റെ കേസിൽ നമുക്കറിയാം വൺ സെൽ എന്നുള്ളത് റിയൽ ലൈനിലുള്ള ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലാണ്. സോ വൺ സെല്ലിൻ്റെ കേസിൽ ഈ ഒരു എക്സ്പ്രഷൻ ഡെൽറ്റ എന്നുള്ളത് ജസ്റ്റ് B1 മൈനസ് A1 മാത്രമായിരിക്കും. അതായത് ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ആയിരിക്കും. ടു സെല്ലിൻ്റെ കേസിൽ നമുക്കറിയാം ടു സെല്ലുകൾ R2 പ്ലെയിനിലുള്ള റെക്റ്റാങ്കിൾസ് ആണ്. ടു സെല്ലിൻ്റെ കേസിൽ ഈ ഒരു എക്സ്പ്രഷൻ ഡെൽറ്റ എന്നുള്ളത് റൂട്ട് ഓഫ് B1 മൈനസ് A1 ഹോൾ സ്ക്വയർ പ്ലസ് B2 മൈനസ് A2 ഹോൾ സ്ക്വയർ. അത് ആ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത ടു സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് x1 ആക്സിസിലുള്ള ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ A1, B1 ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ x2 ആക്സിസിലുള്ള ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ A2, B2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത ടു സെൽ ഓർഡേഡ് പെയർ A1, A2, B1, A2, B1, B2, A1, B2 ഈ 4 പോയിൻറ്റ്സ് വെർട്ടിസസ് ആയിട്ട് വരുന്ന ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. ദെൻ റൂട്ട് ഓഫ് B1 മൈനസ് A1 ഹോൾ സ്ക്വയർ പ്ലസ് B2 മൈനസ് A2 ഹോൾ സ്ക്വയർ എന്നുള്ളത് റെക്റ്റാങ്കിളിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് വെർട്ടിസസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ആ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് ആണ്. ബോക്സിൻ്റെ കേസിലാണെങ്കിൽ അത് ആ ബോക്സിൻ്റെ ലെങ്ത്തിനെ ആയിരിക്കും ഡെൽറ്റ ഡിനോട്ട് ചെയ്യുന്നത്. ജനറലായിട്ട് പറയുമ്പോൾ ഐ എന്നുള്ളത് ഏതെങ്കിലും ഒരു KSL ആണെങ്കിൽ ഡെൽറ്റ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് ആ KSLിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്തിനെ ആയിരിക്കും. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതാണ്. ആ KSLിലെ ഏത് രണ്ട് പോയിൻറ്റ്സ് എക്സും വൈയും ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ആയിരിക്കും. കാരണം ഏത് KSLിലായാലും അതിൽ രണ്ട് പോയിൻറ്റ്സ് എക്സും വൈയും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ KSLിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്തിനേക്കാൾ കുറവോ അതല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും. സോ ഫോർ എവരി x, y ബിലോങ്സ് ടു I, മോഡുലസ് ഓഫ് x മൈനസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ. ഇവിടെ മോഡുലസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് RKയിലുള്ള യൂഷ്വൽ മെട്രിക് ആണ്. അതായത് RKയിലുള്ള രണ്ട് പോയിൻറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മോഡുലസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് I എന്നുള്ളത് കോമ്പാക്റ്റ് എന്നാണ്. നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത്. ഇഫ് പോസിബിൾ അസ്യൂം ദാറ്റ് I ഈസ് നോട്ട് കോമ്പാക്റ്റ്. I കോമ്പാക്റ്റ് അല്ലെങ്കിൽ ഐയുടെ ഏതെങ്കിലും ഒരു ഓപ്പൺ കവറിനെങ്കിലും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കുകയില്ല. സോ ദെയർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ കവർ കളക്ഷൻ G alpha ഓഫ് I വിച്ച് കണ്ടെയ്ൻസ് നോ ഫൈനൈറ്റ് സബ് കവർ ഓഫ് I. അതായത് കളക്ഷൻ G alpha മെട്രിക് സ്പേസ് എക്സിൻ്റെ ഓപ്പൺ സബ്സെറ്റുകളുടെ കളക്ഷൻ. ആ കളക്ഷൻ യൂസ് ചെയ്ത് അതിനെ കവർ ചെയ്യുവാൻ സാധിക്കും. അതായത് I ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ ആൽഫ G alpha. പക്ഷേ കളക്ഷൻ G alphയുടെ ഒരു ഫൈനൈറ്റ് സബ് കളക്ഷൻ യൂസ് ചെയ്ത് അതിന് നമുക്ക് കവർ ചെയ്യുവാൻ സാധിക്കുകയില്ല. ദെൻ പുട്ട് CJ ഈക്വൽ ടു AJ പ്ലസ് BJ ഡിവൈഡഡ് ബൈ 2 ഫോർ ഓൾ J ഈക്വൽ ടു 1 2 3 അപ് ടു K. അതായത് നമ്മൾ ചൂസ് ചെയ്ത KSLിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ആക്സിസിലുമുള്ള ഇൻ്റർവെല്ലുകളുടെ മിഡ് പോയിൻ്റ് അതാണ് CJ. അതായത് C1 ഈക്വൽ ടു A1 പ്ലസ് B1 ഡിവൈഡഡ് ബൈ 2, C2 ഈക്വൽ ടു A2 പ്ലസ് B2 ഡിവൈഡഡ് ബൈ 2 എക്സെട്ര CK ഈക്വൽ ടു AK പ്ലസ് BK ഡിവൈഡഡ് ബൈ 2. ഇതുപോലെയാണ് CJs ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ക്ലോസ്ഡ് ഇൻ്റർവെൽസ് AJ, CJ അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇൻ്റർവെൽസ് CJ, BJs ഇത് യൂസ് ചെയ്ത് RKയിലുള്ള 2k KSLs നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അവയുടെ യൂണിയൻ I ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടു സെല്ലിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത ടു സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് x1 ആക്സിസിലുള്ള ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ A1, B1ഉം x2 ആക്സിസിലുള്ള ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ A2, B2 ആണെന്ന് വിചാരിക്കുക. ദെൻ C1 ഈക്വൽ ടു A1 പ്ലസ് B1 ഡിവൈഡഡ് ബൈ 2, അതായത് ആ ഇൻ്റർവെലിൻ്റെ മിഡ് പോയിൻ്റ്. അതുപോലെ തന്നെ C2 ഈക്വൽ ടു A2 പ്ലസ് B2 ഡിവൈഡഡ് ബൈ 2, അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ A2, B2ൻ്റെ മിഡ് പോയിൻ്റ്. ഇതുപോലെ C1ഉം C2ഉം ചൂസ് ചെയ്യുക. ദെൻ C1 എന്നുള്ള പോയിൻ്റ് x1 ആക്സിസിലുള്ള ക്ലോസ്ഡ് ഇൻ്റർവെൽ A1, B1നെ
ക്ലോസ്ഡ് ഇൻ്റർവൽ A1, C1 ആൻഡ് ക്ലോസ്ഡ് ഇൻ്റർവൽ C1, B1 ഇതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ C2 എന്നുള്ള പോയിൻ്റ് x2 ആക്സിസിലുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ A2, B2വിനെ ക്ലോസ്ഡ് ഇൻ്റർവൽ A2, C2, ക്ലോസ്ഡ് ഇൻ്റർവൽ C2, B2 ഇതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 4 ഇൻ്റർവെൽസ് യൂസ് ചെയ്ത് R2 പ്ലെയിനിലുള്ള 4 ടൂസലുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ 4 ടൂസലുകളുടെയും യൂണിയൻ I ആയിരിക്കും. അതായത് നമ്മൾ ആദ്യം ചൂസ് ചെയ്തിട്ടുള്ള ടൂസലായിരിക്കും. ആ ടൂസലിനെ അത് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം x1 ആക്സിസിലുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ A1, C1, x2 ആക്സിസിലുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ A2, C2 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടൂസൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ x1 ആക്സിസിലുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ C1, B1, x2 ആക്സിസിലുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ A2, C2 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടൂസൽ ഉണ്ടായിരിക്കും. x1 ആക്സിസിലുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ A1, C1, x2 ആക്സിസിലുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ C2, B2 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടൂസൽ ഉണ്ടായിരിക്കും. x1 ആക്സിസിലുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ C1, B1, x2 ആക്സിസിലുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ C2, B2 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ടൂസൽ ഉണ്ടായിരിക്കും. സോ നമുക്ക് 2/2 അതായത് ആ കേസിൽ k = 2 ആയതുകൊണ്ട് 2/2 കേസലുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അവയുടെ യൂണിയൻ നമ്മൾ ആദ്യം ചൂസ് ചെയ്തിട്ടുള്ള കേസൽ I ആയിരിക്കും. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. k = 3 ആയിരിക്കുമ്പോൾ 3 സെല്ലുകൾ R3 സ്പേസിലുള്ള ബോക്സസ് ആയിരിക്കും. ആ ഒരു കേസിൽ ആ ബോക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അതായത് നമ്മൾ ചൂസ് ചെയ്ത 3 സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് x1 ആക്സിസിലുള്ള ഇൻ്റർവെലിൻ്റെയും x2 ആക്സിസിലുള്ള ഇൻ്റർവെലിൻ്റെയും x3 ആക്സിസിലുള്ള ഇൻ്റർവെലിൻ്റെയും മിഡ് പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്ത് ആ ഇൻ്റർവെൽസിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചൂസ് ചെയ്ത 3 സെൽ Iനെ നമുക്ക് 2/3 അതായത് 8 3 സെൽസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുവാൻ സാധിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ജനറലായിട്ട് പറയുമ്പോൾ RKയിലുള്ള കേസെല്ലാണ് I എന്ന് വിചാരിക്കുക. ദെൻ പുട്ട് CJ = AJ + BJ / 2 അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഇൻ്റർവെൽസിൻ്റെയും മിഡ് പോയിൻ്റ്. അങ്ങനെയാണെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് തന്നിട്ടുള്ള കേസെല്ലിനെ നമുക്ക് 2k കേസെൽസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുവാൻ സാധിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ 2k കേസെല്ലുകളെ Q1, Q2, Q 2k ഇതുപോലെ നമ്പർ ചെയ്യുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരു കേസെല്ലിനെയെങ്കിലും കളക്ഷൻ G ആൽഫയുടെ ഫൈനൈറ്റ് സബ് കളക്ഷൻ യൂസ് ചെയ്ത് കവർ ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരണം ആ 2k കേസെല്ലുകളിലെ ഓരോന്നിനെയും കളക്ഷൻ G ആൽഫയുടെ ഫൈനൈറ്റ് സബ് കളക്ഷൻ യൂസ് ചെയ്ത് കവർ ചെയ്യുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ആ 2k കേസെല്ലുകളുടെ യൂണിയനാണ് I. സോ I എന്നുള്ള കേസെല്ലിനെയും കളക്ഷൻ G ആൽഫയുടെ ഒരു ഫൈനൈറ്റ് സബ് കളക്ഷൻ യൂസ് ചെയ്ത് കവർ ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ അസംഷൻ കളക്ഷൻ G ആൽഫയുടെ ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ ചൂസ് ചെയ്താലും ആ ഫൈനൈറ്റ് സബ് കളക്ഷൻ യൂസ് ചെയ്ത് I എന്നുള്ള കേസെല്ലിനെ കവർ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നാണ്. സോ അറ്റ്ലീസ്റ്റ് 1 QIസിനെയെങ്കിലും കളക്ഷൻ G ആൽഫയുടെ ഫൈനൈറ്റ് സബ് കളക്ഷൻ യൂസ് ചെയ്ത് കവർ ചെയ്യുവാൻ സാധിക്കുകയില്ല. അത്തരത്തിലുള്ളൊരു കേസെല്ലാണ് I1 എന്ന് വിചാരിക്കുക. ദെൻ I1 Iയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ I1ൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്ത് Δ/2 ആയിരിക്കും. അതായത് I1ലെ ഏത് 2 പോയിൻ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് <= Δ/2 ആയിരിക്കും. അതുപോലെ തന്നെ കളക്ഷൻ G ആൽഫയുടെ ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ ചൂസ് ചെയ്താലും ആ ഫൈനൈറ്റ് സബ് കളക്ഷൻ യൂസ് ചെയ്ത് I1നെ കവർ ചെയ്യുവാൻ സാധിക്കുകയില്ല. ദെൻ I1നെ ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അതായത് I1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റർവെൽസിൻ്റെ മിഡ് പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് I1ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ Iനെ പാർട്ടീഷൻ ചെയ്തതുപോലെ 2k കേസെല്ലുകളായിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. ദെൻ ആ പാർട്ടീഷനിലുള്ള ഏതെങ്കിലും ഒരു കേസെല്ലിനെയെങ്കിലും കളക്ഷൻ G ആൽഫയുടെ ഫൈനൈറ്റ് സബ് കളക്ഷൻ യൂസ് ചെയ്ത് കവർ ചെയ്യുവാൻ സാധിക്കുകയില്ല. അത്തരത്തിലുള്ള കേസെല്ലാണ് I2 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ I2 I1ൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ I2ൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്ത് Δ/2 ആയിരിക്കും. അതായത് I2ലെ ഏത് 2 പോയിൻ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് <= Δ/2 ആയിരിക്കും. അതുപോലെ തന്നെ കളക്ഷൻ G ആൽഫയുടെ ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ ചൂസ് ചെയ്താലും അത് യൂസ് ചെയ്ത് I2നെ നമുക്ക് കവർ ചെയ്യുവാൻ സാധിക്കുകയില്ല. ദെൻ I2നെ ഇതുപോലെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കേസെൽ I3 നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. I3യുടെ പ്രത്യേകതകൾ ഇവയൊക്കെയാണ്. I3 I2ൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കളക്ഷൻ G ആൽഫയുടെ ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ ചൂസ് ചെയ്താലും അത് യൂസ് ചെയ്ത് I3നെ കവർ ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ I3യുടെ ഡയഗണലിൻ്റെ ലെങ്ത്ത് Δ/2 ആയിരിക്കും. അതായത് I3ലെ ഏത് 2 പോയിൻറ്റ്സ് എക്സും വൈയും ചൂസ് ചെയ്ത് കഴിഞ്ഞാലും മോഡുലസ് ഓഫ് x - y <= Δ/2 ആയിരിക്കും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീക്വൻസ് ഓഫ് കേസെൽസ് കളക്ഷൻ I എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ കളക്ഷൻ്റെ പ്രത്യേകതകൾ ഇവയൊക്കെയാണ്. I is a superset of I1
I1 is a superset of I2, I2 is a superset of I3, etc. Then second property, In is not covered by any finite subcollection of collection G alpha for all n. അതായത് ഏതൊരു ഐനും കളക്ഷൻ ജി ആൽഫയുടെ ഫൈനൈറ്റ് സബ് കളക്ഷൻ യൂസ് ചെയ്ത് കവർ ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ബൈ 2n ഫോർ ഓൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു In. അതായത് INലെ ഏത് രണ്ട് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ ബൈ 2n കുറവോ അതല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. കാരണം INൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്ത് ഡെൽറ്റ ബൈ 2n ആയിരിക്കും. സോ നമുക്കിപ്പോൾ കിട്ടിയ കേസലുകളുടെ കളക്ഷൻ തിയറം 2.39 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് In ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് In+1 ഫോർ ഓൾ n ഈക്വൽ ടു 1 2 3 എക്സെട്ര. ഈ ഒരു കണ്ടീഷൻ കളക്ഷൻ In സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ തിയറം 2.39 യൂസ് ചെയ്യുമ്പോൾ ഇൻ്റർസെക്ഷൻ n ഈക്വൽ ടു 1 to infinity In നോൺ എം ടി ആയിരിക്കും. സോ ദർ എക്സിസ്റ്റ് എൻ എലമെൻറ്റ് x സ്റ്റാർ വിച്ച് ലൈസ് ഇൻ എവറി In. അതായത് x സ്റ്റാർ ബിലോങ്സ് ടു In ഫോർ ഓൾ n. In കേസിൽ ഐയുടെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് x സ്റ്റാർ ബിലോങ്സ് ടു I. ഐയുടെ ഒരു ഓപ്പൺ കവറാണ് കളക്ഷൻ ജി ആൽഫ. അതായത് I ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ. അതിൽ നിന്നും x സ്റ്റാർ ബിലോങ്സ് ടു യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ. ജി ആൽഫകളുടെ യൂണിയനിൽ x സ്റ്റാർ ഉള്ളത് കൊണ്ട് x സ്റ്റാർ ബിലോങ്സ് ടു ജി ആൽഫ ഫോർ സം ആൽഫ. ഓരോ ജി ആൽഫകളും ഓപ്പൺ ആണ്. സോ നമ്മളിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള ജി ആൽഫയും ഓപ്പൺ ആയിരിക്കും. അതിൻ്റെ ഒരു പോയിൻ്റാണ് x സ്റ്റാർ. നമുക്കറിയാം ഒരു സെറ്റ് ഓപ്പൺ ആണെങ്കിൽ അതിലുള്ള എല്ലാ പോയിൻറ്റ്സും ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആയിരിക്കും. സോ x സ്റ്റാർ ജി ആൽഫയുടെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കും. x സ്റ്റാർ ജി ആൽഫയുടെ ഇൻറ്റീരിയർ പോയിൻ്റ് ആവാനുള്ള കണ്ടീഷൻ x സ്റ്റാറിൻ്റെ ഏതെങ്കിലും ഒരു നൈബ്രഹുഡെങ്കിലും ജി ആൽഫയിൽ ഫുള്ളി കണ്ടെയ്ൻഡ് ആയിരിക്കണം. അത്തരത്തിലുള്ള ഒരു നൈബ്രഹുഡാണ് n എന്ന് വിചാരിക്കുക. ആ നൈബ്രഹുഡിൻ്റെ റേഡിയസ് 6 യൂണിറ്റ്സ് ആണെന്നും വിചാരിക്കുക. അതായത് x സ്റ്റാർ സെൻറ്ററായിട്ട് 6 യൂണിറ്റ്സ് റേഡിയസ് ഉള്ള നൈബ്രഹുഡ് NRX സ്റ്റാർ ജി ആൽഫയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതാണ്. y എന്നുള്ളത് അതിലൊരു മെമ്പർ. x സ്റ്റാറും yയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ 6 ആണെങ്കിൽ y NRX സ്റ്റാറിലുണ്ടായിരിക്കും. NRX സ്റ്റാർ ജി ആൽഫയുടെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് x സ്റ്റാറും yയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ 6 ആണെങ്കിൽ y ജി ആൽഫയിലുണ്ടായിരിക്കും. ദെൻ ഡെൽറ്റ ബൈ 2n വാല്യൂ ആ നൈബ്രഹുഡിൻ്റെ റേഡിയസിനേക്കാൾ കുറവ് വരുന്ന വിധത്തിൽ n ചൂസ് ചെയ്യുക. അതായത് In എന്നുള്ള കേസലിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്ത് ലെസ് ദാൻ 6 ആകുന്ന വിധത്തിൽ n വാല്യൂ അത്രയും ലാർജ് ആയിട്ട് ചൂസ് ചെയ്യുക. സോ In എന്നുള്ള കേസലിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്ത് ഡെൽറ്റ ബൈ 2n ആയിരിക്കും. അത് ലെസ് ദാൻ 6 ആയിരിക്കും. ദെൻ x സ്റ്റാർ എന്നുള്ളത് ഓരോ INലും ഉണ്ട്. സോ x സ്റ്റാർ എന്നുള്ളത് നമ്മളിപ്പോൾ ചൂസ് ചെയ്ത INലും ഉണ്ടായിരിക്കും. ദെൻ INലെ ഏതൊരു y ചൂസ് ചെയ്ത് കഴിഞ്ഞാലും x സ്റ്റാറും yയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്തിനേക്കാൾ കുറവായിരിക്കും. അതായത് നമ്മളിപ്പോൾ ചൂസ് ചെയ്ത INലെ ഏതൊരു y ചൂസ് ചെയ്ത് കഴിഞ്ഞാലും മോഡുലസ് ഓഫ് x സ്റ്റാർ മൈനസ് y എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ബൈ 2n ആണ്. ഡെൽറ്റ ബൈ 2n ലെസ് ദാൻ 6 ആയതുകൊണ്ട് ഫോർ എനി y ബിലോങ്സ് ടു In മോഡുലസ് ഓഫ് x സ്റ്റാർ മൈനസ് y എന്നുള്ളത് ലെസ് ദാൻ 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ y എന്നുള്ളത് NRX സ്റ്റാറിലൊരു മെമ്പർ ആയിരിക്കും. അതായത് y എന്നുള്ളത് ജി ആൽഫയിലൊരു മെമ്പർ ആയിരിക്കും. അതായത് INലെ ഏതൊരു y ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് ജി ആൽഫയിലുണ്ടായിരിക്കും. സോ ഒരു സിംഗിൾ ജി ആൽഫ യൂസ് ചെയ്ത് നമുക്ക് INനെ ഫുള്ളായിട്ട് കവർ ചെയ്യുവാൻ സാധിക്കും. കാരണം INലെ ഏതൊരു y ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ y NRX സ്റ്റാറിലുണ്ടായിരിക്കും. NRX സ്റ്റാർ ജി ആൽഫയുടെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് y ജി ആൽഫയിലുണ്ടായിരിക്കും. അതായത് INലെ ഏതൊരു y ചൂസ് ചെയ്ത് കഴിഞ്ഞാലും y ജി ആൽഫയിലുണ്ടായിരിക്കും. അതിൽ നിന്നും In ഈസ് എ സബ്സെറ്റ് ഓഫ് ജി ആൽഫ. സോ കളക്ഷൻ ജി ആൽഫയിലെ ഒരു ഓപ്പൺ സെറ്റ് യൂസ് ചെയ്ത് INനെ നമുക്ക് കവർ ചെയ്യുവാൻ സാധിച്ചു. അതായത് കളക്ഷൻ ജി ആൽഫയുടെ ഒരു ഫൈനൈറ്റ് സബ് കളക്ഷൻ യൂസ് ചെയ്ത് INനെ നമുക്ക് കവർ ചെയ്യുവാൻ സാധിച്ചു. അതൊരു കോൺട്രഡിക്ഷനാണ്. കാരണം സീക്വൻസ് INൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ പറയുന്നത് ഇതാണ്. കളക്ഷൻ ജി ആൽഫയുടെ ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ ചൂസ് ചെയ്താലും അത് യൂസ് ചെയ്ത് INനെ നമുക്ക് കവർ ചെയ്യുവാൻ സാധിക്കുകയില്ല. പക്ഷേ ഇവിടെ കളക്ഷൻ ജി ആൽഫയിലെ ഒരു ഓപ്പൺ സെറ്റ് യൂസ് ചെയ്ത് INനെ നമുക്ക് കവർ ചെയ്യുവാൻ സാധിച്ചു. അതൊരു കോൺട്രഡിക്ഷനാണ്. സോ നമ്മുടെ അസംഷൻ റോങ് ആണ്. നമ്മുടെ അസംഷൻ ഇതായിരുന്നു, I ഈസ് നോട്ട് കോമ്പാക്റ്റ് എന്നായിരുന്നു. അങ്ങനെ അസ്യൂം ചെയ്തപ്പോൾ നമ്മളൊരു കോൺട്രഡിക്ഷനിലെത്തി. സോ നമ്മുടെ അസംഷൻ റോങ് ആണ്. ഹെൻസ് I ഈസ് കോമ്പാക്റ്റ്. അതായത് എവരി കേസൽ ഈസ് കോമ്പാക്റ്റ്. അതാണ് നമുക്ക് ഈ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.